ഹലോ, വീടിൻ്റെ റിനോവേഷൻ തുടങ്ങി ഇന്നേക്ക് 17ാമത്തെ ദിവസമാണ് കേട്ടോ. ഇന്നത്തെ പണി ഇന്നലെ പറഞ്ഞ പോലെ സൺസൈഡിൻ്റെ കോൺക്രീറ്റ് പണിയാണ്. രാവിലെ തന്നെ പണിക്കാർ എത്തിയിട്ടുണ്ട്, കൂടെ എംസാൻഡ് ലോഡ് എത്തി. ഇനി അത് മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്യണം. സൺസൈഡിന് എംസാൻഡ് യൂസ് ചെയ്യാമെന്ന് വെച്ചു. മേസ്ത്രി പറഞ്ഞു നോർമൽ സാൻഡിനേക്കാളും എംസാൻഡാണ് നല്ലതെന്ന്. എംസാൻഡിനേക്കാളും മണ്ണും പൊടിയും കൂടുതലായിരിക്കും നോർമൽ സാൻഡിൽ, റേറ്റും കൂടുതലാണ്. നോർമൽ സാൻഡിന് ഇവിടെ 13,500 ലോഡിനുള്ളത്, എംസാൻഡിന് 10,500. പിന്നെ എംസാൻഡാണോ നോർമൽ സാൻഡാണോ യൂസ് ചെയ്യുന്നത് ബെറ്റർ എന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. മെയിൻ സ്ലേവിനപ്പോൾ അത് യൂസ് ചെയ്യാമല്ലോ. എംസാൻഡ് അങ്ങനെ മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്ത് എത്തിച്ചിട്ടുണ്ട്. ടോട്ടൽ 7 പണിക്കാരാണ് കേട്ടോ ഉള്ളത്. ഫസ്റ്റ് ഫ്ലോർ കോൺക്രീറ്റിൻ്റെ വർക്ക് സ്ക്വയർ ഫീറ്റ് 48 മേസ്ത്രി പറഞ്ഞത്. ആർക്കെങ്കിലും അതിൻ്റെ റേറ്റൊക്കെ അറിയാമെങ്കിൽ അതും കൂടി കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ സിമെൻറ്റും ലിഫ്റ്റ് ചെയ്ത് മുകളിലേക്ക് കയറ്റിയിട്ടുണ്ട്. അടുത്തത് ജെല്ലി, അതും കൂടി കയറ്റി കഴിഞ്ഞാൽ കോൺക്രീറ്റ് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ കോൺക്രീറ്റിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് പേര് റോ മെറ്റീരിയൽസ് കൊണ്ടിടുന്നു, ഒരാൾ മിക്സ് ആക്കുന്നു, കുറച്ച് പേര് അതിന് ലിഫ്റ്റ് ചെയ്ത് സൺസൈഡിലേക്ക് എത്തിക്കുന്നു. നല്ല ഹെവി ടാസ്ക് പിടിച്ച പണിയാണ് കേട്ടോ. പോരാത്തതിന് നല്ല ചൂടുണ്ട്. വെറുതെ നോക്കി നിൽക്കുന്ന എനിക്ക് തന്നെ ക്ഷീണം വരുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് തണുത്ത വെള്ളവും സർബത്തൊക്കെ ഞാൻ അവർക്ക് കൊണ്ടു കൊടുക്കുന്നുണ്ട്. അങ്ങനെ പണിയൊക്കെ അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞൊരു 7 ദിവസം കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ ഒരു 4 വരി കല്ല് കൂടി കെട്ടാനാണ്. അത് കഴിഞ്ഞ് വേണം മെയിൻ സ്ലേവ്. അപ്പോഴേക്കും ഞാൻ അബുദാബി എത്തിയിട്ടുണ്ടാവും. ബാക്കി വീടിൻ്റെ വീഡിയോസൊക്കെ എങ്ങനെയും സെറ്റാക്കി ഇടണം എന്നുണ്ട്. ഇപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്നിച്ച് നോക്കും കേട്ടോ. നാട്ടിലെ സ്റ്റോറിയും അബുദാബിയിലെ സ്റ്റോറിയും എല്ലാം ഈ ചാനലിൽ വരുന്നതായിരിക്കും. അപ്പോൾ ഇനി അടുത്ത വീഡിയോ.